നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അച്ചാറും കൂട്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു തൈര് സാദം ഉണ്ടാക്കാം. നമ്മളിത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തൈര് സാദം. യാത്രകൾക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് കേടുവരൊന്നുമില്ല, എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. പിന്നെ നമ്മൾ കഴിച്ചാൽ വയറിനും കേടുവരില്ല. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുത്താൽ പിള്ളേർക്കും വയറിന് കേടുവരില്ല. അവർക്കും ചില സ്കൂളുകളിലൊക്കെ 1-1.5-2 മണിക്കാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോഴൊക്കെ അവർക്ക് നല്ല സുഖമായിരിക്കും, വേഗം കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. നമുക്കിനി ഇത് ഉണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കാം. പ്രധാനമായിട്ട് വേണ്ടത് തൈരാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഉഴുന്നും പരിപ്പ്, നിലക്കടല, കറിവേപ്പില, ഉണക്കമുളക്. നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് വേകണം. തൈര് സാദം എന്ന് പറഞ്ഞാൽ നല്ല കുഴമ്പ് പോലെ ഉണ്ടാവണം. അത് നമുക്കിനി എടുക്കാം. നമുക്കിനി ചോറൊന്ന് തുറന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഊറ്റിയെടുത്താൽ മതി ചോറിട്ട്. നമുക്കിനി ഇത് കുത്തി ഉടയ്ക്കാം. ഉണ്ടല്ലേ, ഇങ്ങനെ നന്നായിട്ട് കുത്തി ഉടയ്ക്കുക. ഞാൻ 2 സ്റ്റീൽ ഗ്ലാസ് ചെറിയ ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം തോനെയുള്ളവർക്ക് തോന അരി എടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് അരി എടുക്കാം. ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഉടഞ്ഞ ചോറല്ലേ. ഇതിൽ നമുക്കിനി ഈ ഇഞ്ചിയും പച്ചമുളകും അരച്ച് പേസ്റ്റാക്കി വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് ഇളക്കാം. ചോറ് വെക്കുമ്പോൾ ലേശം ഉപ്പ് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ചിട്ട് ഉപ്പ് പാകം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇടാം. ഇനി നമുക്ക് ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ പകുതി തൈര് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കട്ട തൈരാണ്. നമുക്കിത് നന്നായിട്ട് മിക്സാക്കാം, ചോറും തൈരും പാടെ. ഇതാ തൈര് ലേശം പുളി ഇല്ലാത്തത് ഒഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ പാർസലാക്കി കഴിഞ്ഞാൽ ഒരു 1-2-3 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ ആ പുളി അങ്ങനെ ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് പുളി കുറഞ്ഞ തൈര് വേണം ഒഴിക്കാൻ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി ഇത് പോരാ, തൈര് നമുക്ക് ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം. തൈര് 1/2 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. അരി നമ്മൾ ചായ കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സില്ലേ, അതിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള തൈരാണ് 1/2 ലിറ്റർ തൈര്. അപ്പോൾ നമുക്കിനി ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഇച്ചിരി കൂടി ഉപ്പിടാം. ഇത് വയറിനൊന്നും കേടുവരില്ല കേട്ടോ, നല്ല ചോറായിരിക്കും. എവിടെ വേണമെങ്കിലും നമ്മൾ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാം. ഇത് ഉണ്ടാക്കുമ്പോൾ പുളി ഇല്ലാത്ത തൈര് വെച്ച് ഉണ്ടാക്കണം. പുളി ഉള്ള തൈര് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ രാവിലെ എടുത്തിട്ട് ഉച്ചയ്ക്കൊക്കെ അല്ലേ കഴിക്കുക, അന്നേരം പുളി കൂടിപ്പോവും. ഈ പുളി ഇല്ലാത്ത തൈര് എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ പാകത്തിനുള്ള പുളി ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ചോറ് താളിക്കാനുള്ളത് നമുക്കിനി തീ കത്തിച്ച് ചീൻചട്ടിയിൽ റെഡിയാക്കി എടുക്കാം. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
നല്ലെണ്ണയാണ് തൈര് ചോർക്ക് നല്ലത്. നമുക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ, നമുക്ക് ഈ എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. അതാ ചൂടായില്ലേ. 1 ടീസ്പൂണാണ് കടുക് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂണ് ഉഴുന്നും പരിപ്പാണ്. അത് ഇതിൽ കിടന്ന് പൊട്ടട്ടെ. നമുക്ക് ഇനി ഇതിന്റെ കൂടെ ഈ കടലയും കൂടി ഇട്ട് കൊടുക്കാം. നിലക്കടലയാണ് കേട്ടോ. നമുക്ക് ഈ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി തീ കുറച്ചിട്ടേ ഈ ഉണക്കമുളകും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ തീ ഇച്ചിരിയേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഉണക്കമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ചതച്ചിട്ട് ഇടുന്നതാണ് നല്ലത്. ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായത്തിന്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. തീ കെടുത്തി കഴിഞ്ഞ് നമുക്കിനി ഇതൊക്കെ വറുത്ത സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല, വേഗം പണി തീരുന്ന സംഭവമാണ്. എല്ലാവർക്കും ഉണ്ടാക്കാന്നുള്ളതാ. ഇത് ഇച്ചിരി കട്ടി, പിന്നെ ഇച്ചിരി കട്ടി കുറച്ച് വേണമുള്ളവർക്ക് ഒന്നുകൂടി ലൂസാക്കുകയും ചെയ്യാം. വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്, തൈര് ഒഴിച്ചിട്ട് തന്നെ ലൂസാക്കണം. കടയിലൊക്കെ കിട്ടുമ്പോൾ ഒന്നുകൂടി ലൂസായിട്ടാണ് കിട്ടുക. അവര് സ്പൂണും തരും കഴിക്കാന്. തൈര് സാധനം റെഡിയായി. ഒരു പാത്രം വെച്ച് നമുക്കതിൽ വിളമ്പി നോക്കാം, വിളമ്പി കഴിച്ചു നോക്കാം. ഇത് അച്ചാർ പൊടി കൂട്ടി കഴിക്കാൻ, ചമ്മന്തി വെച്ച് കഴിക്കാൻ, ചമ്മന്തി പൊടി വെച്ച് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കട്ടോ. വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇതിന് വേണ്ട. പിന്നെ എരിവില്ലാത്ത പച്ചമുളക് ഇടണം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിടുക. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അച്ചാറും കൂട്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തൈര് സാധനം റെഡിയായി. ഇത് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാരും ഇത് ട്രൈ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.